റാങ്ക് ലിസ്റ്റ് കാണുമ്പോഴത്തേക്കുള്ള ഫീൽ എന്താണ്? അതായത് ഇവിടെ വീക്കിലിയുടെ മന്ത്ലി അതിലെല്ലാവരും ഇങ്ങനെ പഠിക്കുന്ന ആൾക്കാരാണ്. അപ്പം നമുക്ക് ഒരു മാർക്ക് പോയാൽ തന്നെ ചിലപ്പോൾ റാങ്ക് നന്നായിട്ട് താഴേക്ക് പോകും. അപ്പം അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഒരു മോട്ടിവേഷനാണ് ആദ്യം ഫ്രണ്ടിലേക്ക് വരണം എന്നുള്ളത്. കാരണം അതുകൊണ്ട് തന്നെ നന്നായി പഠിക്കുമായിരുന്നു ഞാൻ. ഇപ്പം അഥവാ ഏതെങ്കിലും എക്സാം എഴുതാൻ പറ്റിയില്ലെങ്കിൽ പോലും ഞാൻ കൃത്യമായിട്ട് റാങ്ക് ലിസ്റ്റ് അനലൈസ് ചെയ്യുമായിരുന്നു, ആരൊക്കെ എത്രയൊക്കെ മാർക്ക് വാങ്ങുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഒരു കാൽക്കുലേഷനിലാണ് പഠിച്ചു പൊയ്ക്കൊണ്ടിരുന്നത്. സഹായരുടെ ഒരു മെത്തഡോളജി എന്ന് പറയുന്നത് ആർക്കും എന്താ പറയുക അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. കാരണം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ത്രൂ ഔട്ട്. സഹകാരിയുടെ ഫുഡ് സേഫ്റ്റി ഓഫീസർ സക്സസ് സ്റ്റോറി സീരീസ് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സഹകാരിയുടെ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് തന്നെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരികയും അതുപോലെ ഇപ്പോൾ നിലവിൽ 21ാമത്തെ റാങ്ക് നേടിയ മിഥുൻ മോഹനാണ്. മിഥുൻ മോഹൻ ബേസിക്കലി വെറ്റാണ്, 11 യെസ് വെറ്റാണ്. അതുപോലെ ഇപ്പോൾ PG കഴിഞ്ഞു നിൽക്കുകയാണ്. നമ്മൾ വെറ്റിനറി എടുക്കുമ്പോൾ തന്നെ നമുക്കൊരു ഡ്രീം ഉണ്ടായിരുന്നു സർക്കാർ ജോലിയിലേക്ക് എത്തണമെന്നുള്ള. തീർച്ചയായും അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഒരു മേഖലയിലേക്ക് വന്നത്. കാരണം പ്രത്യേകിച്ച് പ്രൈവറ്റ് ആധിപത്യം ഒരുപാട് ഇല്ലാത്തൊരു കോഴ്സാണ്. കാരണം വേറൊരു നമുക്ക് സർക്കാർ മേഖലയിൽ മാത്രമേ സീറ്റുള്ളൂ, അങ്ങനെയുള്ള ഗുണമാണ്. അപ്പോൾ നിലവിൽ നമ്മുടെ ഈ സർക്കാർ ജോലി എന്നുള്ള ഡ്രീം ആരാ തലയോട്ട് കയറ്റിട്ടുണ്ട്? അത് അമ്മയ്ക്ക് ജോലി കിട്ടണം എന്നൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അത് കിട്ടിയില്ല. അപ്പോൾ പിന്നെ സോഷ്യൽ സ്റ്റാറ്റസും അതുപോലെ ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസും ഒക്കെ കിട്ടണമെങ്കിൽ ഗവൺമെൻറ് ജോലിയിലേക്ക് എത്തുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെയാണ് മിഥുൻ ആ ഒരു മേഖലയിൽ വരുന്നത്. സഹകാരിയെക്കുറിച്ച് എങ്ങനെ അറിയുന്നത് മിഥുൻ? ആദ്യമായിട്ട് ഞാനും എൻ്റെ റൂംമേറ്റും കൂടെ, ഞാൻ PG ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ റൂമിലിരിക്കുകയാണ്. അപ്പോൾ അവന് ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ ഒരു റീല് കണ്ടതാണ്. അപ്പോൾ അതിൽ കണ്ടു, ഞങ്ങളിങ്ങനെ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഈ റീല് കാണുന്നത്. അപ്പോൾ തന്നെ സാറിൻ്റെ ഫുഡ് സേഫ്റ്റി ഓഫീസർ നോട്ടിഫിക്കേഷൻ വരികയെന്ന് പറഞ്ഞുള്ള ഒരു റീല് കാണുന്നത്. അപ്പോൾ തന്നെ നമ്മൾ മെസ്സേജ് അയച്ചു. അങ്ങനെ അപ്പം തന്നെ ക്ലാസ്സിന് ജോയിൻ ചെയ്തു. അടുത്ത ദിവസം വെബിനാർ അറ്റൻഡ് ചെയ്തു, ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു, പൈസ അടച്ച കോഴ്സിന് ജോയിൻ ചെയ്യുക ചെയ്തു. അപ്പം സാരിയെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു ആദ്യമേ. ഇതുവരെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റി കേട്ടിട്ടില്ല. പക്ഷേ സഹായരുടെ ഒരു എന്താ പറയുക ഒരു മെത്തഡോളജി എന്ന് പറയുന്നത് ആർക്കും എന്താ പറയുക അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. കാരണം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ത്രൂ ഔട്ട് തന്നെ ആ ഒരു സ്ട്രക്ചർ അവർക്ക് കൃത്യമായിട്ട് കൊടുക്കും. കാരണം ഡെയിലി എക്സാംസ്, വീക്കിലി എക്സാംസ്, മന്ത്ലി എക്സാംസ്, റിവിഷൻ എക്സാംസ്, മോഡൽ എക്സാം എല്ലാം വളരെ കൃത്യമായിട്ട്. ഇപ്പോൾ എനിക്ക് ആദ്യത്തെ ഒരു 3 മാസത്തോളം കണ്ടിന്യൂസ് എല്ലാം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ അതിന് ഒരു ബ്രേക്ക് വന്നെങ്കിൽ പോലും പിന്നീടുള്ള സമയം അത് കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റി. ഇടയ്ക്ക് PGയുടെ ബ്രേക്ക് അല്ലേ? അതെ, വർക്ക് തുടങ്ങിയപ്പം നമുക്ക് രാത്രി വരെയൊക്കെ വർക്ക് ഉണ്ടാവും. അപ്പം അത് ശ്രദ്ധിക്കാൻ പറ്റാണ്ടായിരുന്നു കുറച്ച് നാൾ. പക്ഷേ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പിന്നെയും റെഗുലറായിട്ട്. ആ സമയത്ത് നമ്മുടെ പോസ്റ്റ് ഡയറക്ടറുടെ പേര് മിഥുൻ മോഹൻ എന്നാണ്. മിഥുൻ്റെ ഇൻവോൾവ്മെൻറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? അതെ, വളരെ നല്ല രീതിയിലുള്ള ഇൻവോൾവ്മെൻറ്റ്. കാരണം എനിക്കാണെങ്കിൽ ആ സമയത്ത് ഞാൻ ഒരു ആൻഡ്രോയിഡ് ഫോണിലാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ ഫോണ് ഡിസ്പ്ലേ അടിച്ചു പോയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മിഥുനെ കോൺടാക്ട് ചെയ്തപ്പം വളരെ പെട്ടെന്ന് തന്നെ എനിക്കത് റെക്ടിഫൈ ചെയ്ത് തന്നു. പിന്നെ സ്ഥിരം എന്താ പറയുക നല്ലൊരു മോട്ടിവേഷൻ തരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. കൊണ്ട് പറ്റും. അതെ അതെ, തീർച്ചയായും. നമ്മുടെ സഹകാരിയുടെ ഒരു ഓവറോൾ സ്ട്രാറ്റജി പറയുമ്പോൾ നമുക്ക് ഏറ്റവും ബേസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ക്ലാസ്, ഒരു സിംഗിൾ ക്ലാസ്സാണ്. ക്ലാസ്സുമായി ബന്ധപ്പെടുത്തിയ നോട്ട്സ്, പിന്നെ അതുമായി ബന്ധപ്പെടുത്തിയ എക്സാമിനേഷൻ, ഡെയിലി എക്സാമിനേഷൻ. പിന്നെ വരുന്നത് പ്രധാനമായിട്ടും വീക്കിലി ഒരാഴ്ച വരുന്ന റിവിഷൻ എക്സാമിനേഷനാണ്. അതിനോടൊപ്പം പിന്നെ മന്ത്ലി മാസാവസാനമുള്ള എക്സാമിനേഷനും, പിന്നെ അവസാനം വരുന്ന മോഡൽ എക്സാമിനേഷൻസ്. അപ്പോൾ പിന്നെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മിഥുന് ആ ഒരു വെയിറ്റേജ് തോന്നിയത് എന്താണ്? നമുക്കൊരു കോൺഫിഡൻസ് അറ്റൈൻ ചെയ്യുന്നതിൽ വെയിറ്റേജ് തോന്നിയത് ഏത് സ്ട്രാറ്റജിയാണ്? വീക്കിലി എക്സാംസ് ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം നമ്മൾ ഡെയിലി എക്സാം എഴുതുമ്പോൾ വളരെ കുറച്ച് ചെറിയൊരു പോർഷൻസ് ഉണ്ടാവുള്ളൂ, ഒരു ക്ലാസ് അല്ലെങ്കിൽ 2 ക്ലാസ്സൊക്കെ മാക്സിമം ഉണ്ടാവുള്ളൂ. അതേസമയം നമ്മൾ വീക്കിലി എക്സാം എഴുതുമ്പോഴത്തേക്ക് അത്രയധികം ക്ലാസ്സുകൾ കേട്ടിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മളൊരു ഓവറോൾ ഒരു മത്സരത്തിൻ്റെ മൂഡിലേക്ക് പോയി. അതെ അതെ, തീർച്ചയായും. അപ്പോൾ അത് വളരെ യൂസ്ഫുൾ ആയിരുന്നു. അതുപോലെ മന്ത്ലി എക്സാം കാരണം ഒരു മാസം മുഴുവൻ പഠിക്കുക എന്നുള്ളതൊരു ചെറിയൊരു കാര്യമല്ല. അപ്പോൾ അത്രയും പഠിച്ച് എഴുതുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് വല്ലാണ്ട്. നമുക്ക് ആ ഒരു റാങ്ക് ലിസ്റ്റ് കാണുമ്പോഴത്തേക്കുള്ള ഫീൽ എന്താണ്? വീക്കിലിയുടെ മന്ത്ലി അതിലെല്ലാവരും ഇങ്ങനെ പഠിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ഒരു മാർക്ക് പോയാൽ തന്നെ ചിലപ്പോൾ റാങ്ക് നന്നായിട്ട് താഴേക്ക് പോകും. അപ്പം അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഒരു മോട്ടിവേഷനാണ് ആദ്യം ഫ്രണ്ടിലേക്ക് വരണം എന്നുള്ളത്. കാരണം അതുകൊണ്ട് തന്നെ നന്നായി പഠിക്കുമായിരുന്നു ഞാൻ. ഇപ്പം അഥവാ ഏതെങ്കിലും എക്സാം എഴുതാൻ പറ്റിയില്ലെങ്കിൽ പോലും ഞാൻ കൃത്യമായിട്ട് റാങ്ക് ലിസ്റ്റ് അനലൈസ് ചെയ്യുമായിരുന്നു, ആരൊക്കെ എത്രയൊക്കെ മാർക്ക് വാങ്ങുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഒരു കാൽക്കുലേഷനിലാണ് പഠിച്ചു പൊയ്ക്കൊണ്ടിരുന്നത്.
അപ്പോൾ ഓരോ സ്ട്രാറ്റജിക്കും അതിൻ്റേതായ വെയിറ്റേജ് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം ഇത്രയും വലിയൊരു മത്സരം നടക്കുന്ന എക്സാമിനേഷൻ, അപ്പോൾ ഈ എക്സാമിനേഷൻ്റെ ഹാളിലേക്ക് എത്തിയപ്പോഴത്തേക്കും അതിന് ശേഷം ഇതിൻ്റെ സ്ട്രാറ്റജി എന്തായിരുന്നു? നമുക്ക് ഇങ്ങനെ ഒരു റാങ്കിലേക്ക് എത്തുമ്പോഴത്തേക്കും നമ്മൾ ഉറപ്പായിട്ടും കുറച്ച് സ്ട്രാറ്റജി എന്തായാലും ഇതിനുണ്ടായിരിക്കും. അത് എനിക്ക് പ്രത്യേകിച്ച് എന്താ പറയുക, സഹായയുടെ എക്സാംസ് ഒക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. കാരണം ഇപ്പോൾ 1 മണിക്കൂർ 1.25 മണിക്കൂർ നമുക്ക് എക്സാം ടൈം ഉണ്ടെങ്കിൽ പോലും ഞാനൊരു മാക്സിമം 40 മിനിറ്റ് കൊണ്ട് തന്നെ എക്സാംസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ ശരിക്കുള്ള എക്സാമിന് വന്നപ്പോൾ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനുകളുടെ എണ്ണം ഭയങ്കര കൂടുതലായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു ടൈം ഫ്രെയിമിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റി. അതിനുശേഷം ഒന്നുകൂടി ജസ്റ്റ് വന്നപ്പോഴത്തേക്ക് തന്നെ ഏകദേശം സമയമായി. എക്സാംസ് അതായത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കുറേ അധികമായിട്ട് ചെയ്തതുകൊണ്ട് തന്നെ ആ ഒരു സമയം കിട്ടിയത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഒരു റൗണ്ട് പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു ആദ്യം നമുക്ക് സിംഗിൾ ക്വസ്റ്റ്യൻസ് എഴുതിയിട്ട് പിന്നെ 2 തിരിച്ചു ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ അതെ, ആദ്യമേ എല്ലാം എഴുതി തീർത്തു. അല്ല, ഞാൻ ഫുള്ള് ഒറ്റ സ്ട്രെച്ച് എല്ലാം എഴുതി ചെയ്തു. അതിനുശേഷം ടൈം മാനേജ് ചെയ്യാൻ പറ്റി തീർച്ചയായും പറ്റി. വെരി ഗുഡ്. അപ്പോൾ നമുക്ക് എല്ലാ ആസ്പെക്റ്റിലും ഞാൻ എപ്പോഴും നിങ്ങളോട് എല്ലാവരും പറയാറുണ്ട്, നമുക്ക് പഠിക്കുക, അതിനോടൊപ്പം റിവിഷൻ ചെയ്യുക, അതിനോടൊപ്പം പ്രാക്ടീസ് ചെയ്യുക, അല്ലേ? നമ്മൾ എക്സാംസ് എഴുതി പ്രാക്ടീസ് ചെയ്യുക. ഏറ്റവും ലാസ്റ്റ് പെർഫോമൻസിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പക്കയായിട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആദ്യ റാങ്കുകളിലേക്ക് വരാൻ പറ്റുക. എന്തായാലും 1, 2ാമത്തെ അല്ലെങ്കിൽ 3ാമത്തെ അഡ്വൈസിലൊക്കെ ഉറപ്പായിട്ടും മിഥുൻ പ്ലേസ്ഡ് ആകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാ വിദ്യാർത്ഥി വിദ്യാശംസരികയാണ്.